ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ മറന്നു എല്ലാവരും. ഞാൻ ആദ്യം തന്നെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പിന്നെയും സബ്സ്ക്രൈബ് പോക്കട്ടെ നിങ്ങൾ. അപ്പം ചെയ്യണത് ശരിയല്ല അല്ലേ? കഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് പിന്നെ അത് ഇനി ഇല്ലാതാക്കണ ഒരു മോശമല്ല അപ്പം നമ്മളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്തുക. നിർത്തട്ടോ ഗൈസ്. നിങ്ങളൊക്കെ കാണുമെന്ന് വിചാരിച്ചിട്ടല്ലേ നമ്മളിതൊക്കെ ആയിട്ട് ഇവിടെ വന്നിരുന്ന് ചെയ്യണത്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ? അപ്പോൾ ഗൈസ് നമ്മളിന്ന് നടാൻ പോണത് ഇഞ്ചിയും ബീട്രൂട്ടും ആണ് കേട്ടോ. ഇഞ്ചി അവിടെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ നമ്മൾക്ക് കറിക്ക് കൊടുന്ന ഒരു ഇഞ്ചി മുളച്ചത് ഞാൻ ഇതുണ്ട്, അതിന് മുള വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് അവിടെ എടുത്ത് വെച്ചതേന്. അപ്പം നമുക്ക് ഇത് ഒന്ന് നടാം. പിന്നെ അതാ ബീട്രൂട്ട് ഇതുണ്ടോ മുളച്ച് വന്നിട്ടുണ്ട്. ഇത് നമ്മളെ തക്കാളീൻ്റെ ആ ചാക്കിൽ കൊണ്ടിട്ടേന് കേട്ടോ. തക്കാളി കുഴിച്ചിട്ട് അപ്പോൾ മുള വന്ന് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് എല്ലാ സാധനവും ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഞാൻ ഇഞ്ചി ഈ ചാക്കിലാണ് കുഴിച്ചിടുന്നത്. ഈ ചാക്കിൽ കേട്ടോ, അതവിടെ വെച്ചെന്നുള്ളൂ. ഒക്കെ റെഡിയാക്കി വെച്ചേക്കണം. നിങ്ങൾ എന്താണ് കണ്ടാൽ മതി. പിന്നെ അതുമല്ല ടൈം കൂടി പോകുന്നുണ്ടെന്ന് അറിഞ്ഞപ്പം ഒക്കെ റെഡിയാക്കി വെച്ചാട്ടോ. അപ്പോൾ ഒന്ന് നിങ്ങളെ കാണിക്കാം. കാണാത്ത പല ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് കാണിക്കാമെന്ന് അറിഞ്ഞത്. ഈ കവറുണ്ടല്ലോ, ഞാൻ 15 ഉറുപ്പ്യ കൊടുത്ത് വാങ്ങിയതാട്ടോ. ഒരു കവറിന് 15 രൂപ വെച്ച് വാങ്ങിയതാണ് മുക്കത്ത് പോയപ്പോൾ. പക്ഷേ 15 ഉറുപ്പ്യേ ഉള്ളൂ. ഞങ്ങൾ 5 കവറ് വാങ്ങി. അങ്ങനെയുണ്ട് ഇടുക. ഈ കരിയിലുണ്ടല്ലോ നല്ലൊരു വളാട്ടോ. തന്നെയല്ല, ഇത് ഞാൻ ഒന്ന് ഉണക്കിയിട്ട് ഇങ്ങനെ ആക്കിയതാട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കുഴിച്ചിട്ട് അതിലേക്കൊക്കെ അതിൻ്റെ ഗുണങ്ങളൊക്കെ ഇറങ്ങിക്കോളും. ഇപ്പോൾ ലേശം കരിയിലിട്ട് ഇത് ചാരും മണ്ണും കൂടിയാണേ. ഇതൊന്ന് മിക്സ് ചെയ്താക്കണം. ഇത് നമുക്ക് ഇങ്ങനെയാണ് വാരിയിടാം. ഞാൻ കുഴിച്ചിട്ട് എല്ലാ സാധനവും ഉണ്ടാവുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇതുപോലെ കുഴിച്ചിട്ടാൽ വളമൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ഒരു പച്ചില വെള്ളം ഉണ്ടാക്കി വെച്ചിണല്ലോ, ചാണം ഒഴിക്കണീന് ബദൽ അതും ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ കഞ്ഞിവെള്ളം പുളിപ്പിച്ച് അതിൽ രസം ഉള്ളിത്തൊണ്ടൊക്കെ ഇട്ട് ആ വെള്ളം നേർപ്പിച്ച് അതും ഒഴിച്ചാൽ മതി. വേറെ നിങ്ങൾ വളം വാങ്ങാനൊന്നും പോകണ്ട. ഞാൻ പിന്നെ ഈ കവറ് വാങ്ങിയപ്പോൾ കുറച്ച് എന്താപ്പോൾ വാങ്ങിയ വേപ്പിൻ പിണ്ണാക്കും രസം ചുണ്ണാമ്പും, അതായത് എന്താ പറയുക, എന്താ അതന്നെയല്ലേ? അല്ല, ചുണ്ണാമ്പിൻ്റെ പൊടി, കുമ്മായം. അതെനിക്ക് പെട്ടെന്ന് കിട്ടില്ല. ഒക്കെ സിനീനാട്ടോ കിട്ടുക കുമ്മായം. അപ്പം നമ്മൾ ഒരു ലെയർ ഇതിട്ട് പിന്നെ മണ്ണിട്ട് പിന്നെ പെട്ടെന്ന് ചെയ്യട്ടോ. ഇതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചതാണ്. അപ്പോൾ കരിയിലുണ്ടെങ്കിൽ ഒക്കെ എടുത്ത് വെച്ചോളൂ. പിന്നെ നമ്മളെ വാഴയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ആ തണ്ടും ഒക്കെ അതിൻ്റെ എല്ലാ സാധനവും ചെറുതായിട്ട് മുറിച്ചിട്ട് ഞാൻ കുറേ ഇവിടെ മുറിച്ചിട്ട് വെച്ചു കേട്ടോ. അങ്ങനെ മുറിച്ചിട്ട് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് അതായാലും മതി. അത് നല്ലൊരു വളം. അപ്പോൾ അപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ? കണ്ടാൽ മാത്രം പോരട്ടോ, നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. എന്നിട്ട് ഇതുപോലെ ഉണ്ടാക്കി കുറച്ചും കൂടി ചപ്പുണ്ടാവും. ഇതൊക്കെ പൈസ മുടക്കില്ലാത്ത സാധനമാണ്. ഇതുപോലെ നിങ്ങൾ ഒഴിവുണ്ടാകുമ്പോൾ വീട്ടിലത്തെ പണിയൊക്കെ വേഗം കഴിഞ്ഞിട്ട് വൈകുന്നേരമൊക്കെ ഇതുപോലെ റെഡിയാക്കി അവിടെ വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് വീട്ടിൽ നല്ല രാസവളം ഒക്കെ, നല്ല വളമൊക്കെ ഇട്ട് നല്ല ചാണകപ്പൊടിയൊക്കെ ഇട്ട് ഉണ്ടാക്കാം. അല്ലെങ്കിൽ
കരിയിലൊക്കെ ഇട്ടുണ്ട്. എന്താണ് നിങ്ങളെ വീടിൻ്റെ അടുത്തുള്ള ആർക്കാണ് പറിച്ചിട്ടത്, ഒരു പൈസ മുടക്കില്ല. ആദ്യമൊക്കെ നമ്മൾ മണ്ണ് കുറേ ഇട്ടിട്ടല്ലേ ഇന്ന് ഉണ്ടാക്കിയത്, അപ്പം അതൊന്നുമില്ല. ഉണ്ടെങ്കിൽ ഇത്ര എളുപ്പം അത് നിറഞ്ഞു വരുന്നു. മണ്ണില്ലാത്തവർക്ക് ഉണ്ടാക്കാൻ പറ്റും, ഇത്രയൊന്നും മണ്ണിടേണ്ട ആവശ്യമില്ല. ഇത് റെഡിയായി, ഇത്ര മതിയിട്ടോ. നമുക്കത് കുഴിച്ചിടാൻ ഒരിത്തിരി മണ്ണും കൂടെ ഇവിടെ ഇങ്ങനെ മേളിൽ ഇങ്ങനെ വെച്ചാൽ മതി. ഇത് ഇപ്പോൾ റെഡിയായിട്ടോ. ഈ ലേശം മണ്ണ് ഇട്ടൊന്നിങ്ങനെ ചുറ്റുഭാഗത്ത് ഒന്ന് മൂടി കൊടുത്താൽ മതി. ഇതിൻ്റെ വേരൊക്കെ അങ്ങോട്ട് ഇറങ്ങിപ്പോയിക്കോളും. അപ്പോൾ ഇങ്ങനെയാണ് ബീറ്റ്റൂട്ട് കുഴിച്ചിട്ടത്. ഇനി നമുക്ക് ഇഞ്ചിയും കൂടി ഉണ്ട്. ഇഞ്ചി പിന്നെ ഒരു പണിയില്ല, ഇതും ഇതുപോലെ നിറച്ച് വെച്ചതാണ്. മണ്ണ് കരിയില ഒക്കെ ഇട്ട് റെഡിയാക്കി വെച്ചതാട്ടോ. അത് ഞാൻ ആദ്യം മുതലേ നിങ്ങളെ കാണിക്കണില്ല, കാരണം ഇതൊക്കെ കുറേ ടൈം വരണ്ടെന്ന് ഓർത്തിട്ടാണ് ഇത് റെഡിയാക്കി വെച്ചത്. അതിൽ ആ മണ്ണൊക്കെ റെഡിയാക്കി ബീറ്റ്റൂട്ട് നട്ടപ്പോൾ ചെയ്തില്ല, അതേമാതിരി തന്നെയാണ് കേട്ടോ ഇതും ചെയ്തിട്ടുള്ളത്. ഇതാ ഇതിന് നമുക്ക് പിന്നെ ലേശം ഇത് ഇട്ട് കൊടുക്കണം. ഏത് അറിയാം, വേപ്പിൻ പിണ്ണാക്ക്. ഇതിൽ നമുക്ക് ഇതിന് ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മളെ കയ്യിലില്ല, അപ്പോൾ ഞാൻ ലേശം ഇതാണ്ട് ഇട്ട് കൊടുക്കുക. ഞാൻ ചാണകത്തിന് ബദലുള്ള വെള്ളം അവിടെ ഉണ്ടാക്കി റെഡിയാക്കി ഒരു ലായനിയൊക്കെ ഉണ്ടാക്കി വെച്ചാണ്. ഞാൻ അതൊക്കെ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് കുറച്ചാണ് മുളച്ച് ഒന്ന് പൊന്തി വന്നിട്ട് ഇതുണ്ടോ, ഇതൊന്നിങ്ങനെ ചെരിച്ചവിടെ വെച്ചാൽ മതി. കുറഞ്ഞ് ചെരിഞ്ഞാട്ടോ കുഴിച്ചിട്ട് ഇങ്ങനെയല്ല. അപ്പം ഇതാണ്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ പെട്ടെന്നായില്ലേ. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മളെ വീഡിയോ ഒന്ന്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കണ്ട. നമ്മളെയും കൂടി ഏതായാലും നിങ്ങൾ വീഡിയോ കാണുന്നില്ലേ, കൂടെ നിർത്തുക. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.